കൊല്ലം ഏരൂരിൽ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ അച്ഛനെയും മകളെയും അക്രമികൾ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ ഏരൂർ പോലീസിന്റെ പിടിയിലായി. കേസിൽ ചങ്ക് സുനിൽ, അനീഷ് എന്നിവരാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഏരൂർ മണലിൽ ലക്ഷ്മി വിലാസത്തിൽ 68 വയസ്സുള്ള വേണുഗോപാലൻ നായർ, മകൾ 42 വയസ്സുള്ള ആശ എന്നിവരെയാണ് പ്രതികൾ വെട്ടിയത്. ഈ കഴിഞ്ഞ 30-ാം തീയതി ആശയെ പ്രതികൾ അസഭ്യം വിളിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഏരൂർ പോലീസിൽ ആശ പരാതിയും നൽകിയിരുന്നു. എന്നാൽ പരാതി ലഭിച്ചിട്ട് പോലീസിന് പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിന് തൊട്ടു പിന്നാലെയാണ് വടമൺ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലെത്തി സ്കൂട്ടർ ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന വേണുഗോപാലൻ നായരെ ചങ്ക് സുനിലും കൂട്ടാളികളും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചത്. പിതാവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ആശയും അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നാട്ടുകാർ ഓടിയെത്തിയതോടെ അക്രമികൾ രക്ഷപ്പെട്ടു. 2:30 മണിയോടുകൂടി ശംഖു വീട്ടിന്റെ മുകളിലത്തെ റോഡുണ്ട്, ആ റോഡിൽ വന്ന് എൻ്റെ മകളെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ സംഭവ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ വെളിയിൽ പോയേക്കായിരുന്നു. ഞാൻ വരുമ്പോൾ വിവരം അറിഞ്ഞ് നമ്മളെ എന്ത് ചെയ്യണം മകളോട് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് കേസ് കൊടുത്താൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ സമാധാനപ്പെട്ടു. രാത്രിയിലും ഇതേപോലെ തന്നെ ചീത്ത വിളിച്ച് ഒരേപോലെ ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് 108 വിളിച്ച് വിവരം പറഞ്ഞ് പോലീസുകാർ രാത്രി വന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അവൻ്റെ വീട്ടിൽ പോയി. അവനെ പിടിച്ചില്ല, പോലീസുകാരങ്ങ് പോയി. അത് ഏരൂർ പോലീസിൻ്റെ ഒരു അനാസ്ഥയാണ്. അതുപോലെ തന്നെ പിന്നെ പല പ്രാവശ്യങ്ങളിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പറയും, 108 വിളിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നില്ല. അവന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. അവൻ പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ ആരെയെങ്കിലും നമ്മൾ നല്ലൊരു പണി കൊടുത്തേ പോകത്തുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ ഞാൻ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടിട്ട്, ഉത്സവമല്ല കെട്ടുകാഴ്ച കണ്ടിട്ട് വന്ന് 10:30 മണിയായപ്പോൾ ഇവിടെ വന്നു. 10:30 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അനീഷും ഈ ശംഖുവിൻ്റെ സഹായി അനീഷും ശംഖുവിൻ്റെ മകനും കൂടെ കൂടി ഒളിച്ചിരുന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു. എൻ്റെ വണ്ടി അടിച്ച് ചതച്ച്, എൻ്റെ മോടെ കാലടിച്ച് ഈ സിമെൻ്റ് എടുത്ത് എറിഞ്ഞ് ചതച്ച്, കയ്യെ വെട്ടി, എന്നെ വെട്ടി അവക്കളെ കയ്യെ കൊണ്ട് എൻ്റെ ദേഹത്ത് ഏതാണ്ട് 16-18 തുന്നലുള്ള മുറിവുകളുണ്ട്. കേസ് കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വൈരാഗ്യം തീർത്തതാണ്. ഞങ്ങളെയൊക്കെ ഇവനെയും കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനും വയ്യ. ഇനി 2 കുഞ്ഞുങ്ങളെയും വയസ്സായ അച്ഛനെയും കൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നെ കഞ്ചാവ് വിൽക്കാൻ വാടിയെന്ന് വരെയാണ് വിളിക്കുന്നത്. അപ്പം കഞ്ചാവ് കേസിലെ പ്രതിയും കാപ്പ കേസിലെ ഒരു നിരവധി കേസുകളിലെ പ്രതിയാണ്. ഒന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു രീതിയിൽ നടക്കുക. അപ്പം അവൻ്റെ മകനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയേക്കുക. അവൻ്റെ കൂട്ടാളിയായ അനീഷ് എന്ന് പറഞ്ഞൊരു കൊലക്കേസിൽ പ്രതിയുമാണ്. ഇതൊന്നും ആരും ഈ പോലീസുകാർ അനാസ്ഥ കാണിക്കുക. ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇപ്പം നിൽക്കുക. നാട്ടുകാർ ഉടൻ തന്നെ ആശയും വേണുവിനെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പരാതി നൽകിയപ്പോൾ തന്നെ പോലീസ് പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിൽ തനിക്കും തന്റെ പിതാവിനും ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നുവെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ ആശ പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർ ഉടൻ തന്നെ പിടിയിലാകുമെന്നും ഏരൂർ പോലീസ് വ്യക്തമാക്കി. ഫോക്സ് ടിവി ന്യൂസ്, ഏരൂർ.